ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി സന്തോഷത്തോടു കൂടി തന്നെ രേവതിയോട് ആ കാര്യങ്ങളെല്ലാം പറയുകയാണ്. രേവതി, അയാൾക്ക് സസ്പെൻഷൻ കിട്ടി, 20 ലക്ഷം പേരല്ലേ അയാളുടെ ആ വീഡിയോ കണ്ടത്. ഇത് കഴിഞ്ഞപ്പോഴേക്ക് രേവതിക്ക് ഭയങ്കര സങ്കടം തോന്നി. എന്ത് പരിപാടിയാണ് സച്ചിയേട്ടാ കാണിച്ചത്, സച്ചിയേട്ടൻ എന്തിനാ അങ്ങനെ ഒരു കാര്യം കാണിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അയാളെ നമ്മളോട് എന്തോരം ദ്രോഹം ചെയ്തിട്ടുണ്ട്, അയാൾ എന്നൊക്കെ എന്തോരം ദ്രോഹം ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ, അപ്പോൾ അയാൾക്കിട്ട് ഇങ്ങനെ ഒരു പണി കൊടുക്കണ്ടേ രേവതി, അല്ലാതെ എങ്ങനെയാണ് രേവതി ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചിയേട്ടാ അയാൾ ചിലപ്പോൾ അത്യാവശ്യമായിട്ട് മരുന്ന് മേടിക്കാൻ പോയതാണെങ്കിലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഹെൽമെറ്റ് ഇടാതെ ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയത്, അങ്ങനെ ആവാനല്ലേ സാധ്യത. എന്തായാലും നമ്മളാണ് ഈ സ്ഥാനത്തെങ്കിലോ അയാളെ വെറുതെ വിടോ? നമ്മൾ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും അയാളെ വെറുതെ വിടാൻ പോകുന്നില്ല, നമുക്കെതിരെ കേസ് എടുക്കും. അപ്പോൾ അയാൾക്കിട്ട് ഒരു പണി കൊടുക്കണ്ടേ എൻ്റെ രേവതി. സച്ചിയേട്ടൻ ചെയ്തത് വളരെ തെറ്റായ കാര്യം തന്നെയാണ് സച്ചിയേട്ടാ. അയാൾക്ക് കിട്ടിയിരിക്കുന്നത് സസ്പെൻഷനാണ്. അയാളുടെ കുടുംബം എങ്ങനെയാണ് കഴിയുന്നത് നമുക്കറിയില്ല സച്ചിയേട്ടാ. അപ്പോൾ എന്തിനാ സച്ചിയേട്ടൻ മനസ്സിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം എടുത്തു വെച്ച് ഇങ്ങനെ വിഷങ്ങൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നത്? അതൊക്കെ ശരിയായ കാര്യമില്ല. സച്ചിയേട്ടൻ ശാപം കിട്ടും സച്ചിയേട്ടാ. ഒരു കാലത്ത് നമുക്ക് ചിലപ്പോൾ ആ ശാപം മാറിയെന്ന് വരില്ല. ഓഹോ രേവതി, നീ അപ്പോൾ അവരുടെ പക്ഷത്താണല്ലേ? മനസ്സിലായി. ഞാൻ വിചാരിച്ച് ഞാൻ ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയാൻ നേരത്ത് എന്നെ നീ സപ്പോർട്ട് ചെയ്യുമെന്ന്. നിന്നെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടില്ല അയാൾ, എന്തെല്ലാം കേസുകളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നീ എനിക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നാണ് വിചാരിച്ചത്. സച്ചിയേട്ടൻ ഞാൻ സപ്പോർട്ട് തന്നെയാണ്. പക്ഷെ ന്യായം തന്നെയല്ലേ സച്ചിയേട്ടാ. അയാൾ എന്ത് ചെയ്താലും നമുക്ക് അതിനുള്ള പ്രതികാരം വീട്ടേണ്ട കാര്യമൊന്നുമില്ല സച്ചിയേട്ടാ. അതൊക്കെ തെറ്റായ കാര്യമാണ് സച്ചിയേട്ടാ. പഴയ പോയ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് തക്കം പാർത്തിട്ട് അയാൾക്കെതിരെ പണി കൊടുക്കൽ, അത് എവിടത്തെ രീതിയാണ് സച്ചിയേട്ടാ എന്ന് പറയുമ്പോൾ വേണ്ട ഇനി രേവതി നീ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞൊക്കെ തെറ്റായിപ്പോയി, ആരെയും എൻ്റെ കൂട്ടിനില്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി സച്ചിയേട്ടാ. അങ്ങനെ പറയരുത്. എനിക്ക് സച്ചിയേട്ടൻ മാത്രമല്ലേ ഉള്ളൂ, സച്ചിയേട്ടനാണ് എപ്പോഴും സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കുന്നതും. പക്ഷേ തെറ്റായ കാര്യങ്ങൾ തെറ്റായി പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, മനസ്സിലായല്ലോ. ഇപ്പോൾ പറഞ്ഞോണ്ടിരിക്കാൻ സമയമില്ല, നമുക്ക് ദേവുവിനെ കാണാനായിട്ട് പോകണ്ടേ, ദേവുവിന് ചെക്കനും കൂടി കാത്തിരിക്കും, മനസ്സിലായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ സച്ചിക്ക് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ചെറിയൊരു സന്തോഷമൊക്കെ തോന്നുക. അങ്ങനെ നമ്മുടെ ദേവുവിനെ കാണിക്കുകയാണ്. അപ്പോൾ ദേവു നല്ല ധാവണിയെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുക. ആ സമയത്ത് അരുൺ വരിക. അപ്പം അരുൺ വന്നിട്ട് ആഹാ ഇതെന്താ ഇത്, കൊള്ളാലോ, പുതിയ വേഷമൊക്കെ ആണല്ലോ. അത് പിന്നെ അരുണേട്ടാ, ഇന്ന് ചേട്ടനും ചേട്ടത്തിയൊക്കെ വരികയല്ലേ, നല്ലൊരു ദിവസം നടക്കാനായിട്ട് പോവല്ലേ, ആ സമയത്ത് ഇങ്ങനെ ഒരുങ്ങി വരാമെന്ന് വിചാരിച്ചു. കൊള്ളാം, നീ സുന്ദരിയായിട്ടുണ്ട്, കൊള്ളാം, ഈ വേഷം നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, അരുണേട്ടനും നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അരുണിനും ചെറിയൊരു ചിരിയൊക്കെ വരികയാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സംസാരിച്ചിട്ട് നടന്നു പോകുമ്പോൾ അരുണിൻ്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നുണ്ട്. എന്താണ് കേട്ടോ ഇത്? അതെയോ, ഇത് കുറച്ച് സ്വീറ്റ്സ് ആണ്. ഏതായാലും നിൻ്റെ ചേട്ടനെയും ചേച്ചിയെയും കാണാനായിട്ട് പോവല്ലേ, അപ്പോൾ അവരെ കാണുമ്പോൾ അവർക്ക് കുറച്ച് മധുരം കൊടുക്കാം, അതുകൊണ്ടാണ് ഞാൻ ഈ സ്വീറ്റ് കരുതിയത്. ആഹാ, അപ്പം ആള് രണ്ടും കൽപ്പിച്ചാണ് അല്ലേ? പിന്നെ അല്ലാതെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച ആഗ്രഹം നടക്കാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ കല്യാണം ഉറപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സ്വീറ്റ് കൊടുക്കുന്നത് നല്ലതാണ് ദേവു, അതുകൊണ്ടാണ് ഞാൻ സ്വീറ്റുമായിട്ട് വന്നതെന്ന് പറയാം. കൊള്ളാരുന്നേട്ടാ, ഏതായാലും നന്നായി. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നടന്നു വരിക. ഈ സമയം തന്നെ സച്ചിയും രേവതിയും കൂടി കാറിൽ വരികയാണ്. കാറിലിങ്ങനെ വരുമ്പോൾ അവരവിടെ തന്നെ ഉണ്ടാവുമല്ലേ രേവതി, പിന്നെ അല്ലാതെ സച്ചിയാണ് ഇതിനിങ്ങനെ വെപ്രാളം പിടിക്കുന്നത്. പക്ഷേ രേവതി, നമ്മൾ വെറും കൈയോടെ പോകുന്നത് ശരിയാണോ രേവതി? നമുക്കേ കുറച്ച് സ്വീറ്റ് മേടിച്ചാലോ? എൻ്റെ ആവശ്യമൊന്നുമില്ല, സച്ചിയുടെ വണ്ടി എടുത്തേ, വണ്ടിയും കൊണ്ട് പോകാം. പറ്റില്ല രേവതി, നമുക്ക് ഒരു സ്വീറ്റ് എടുക്കണം. കാരണം നമ്മളൊരു നല്ല കാര്യത്തിന് പോകുമ്പോൾ മധുരം കൊടുക്കുന്നത് അത്രയും നല്ല കാര്യമാണ്. അപ്പോൾ കുറച്ച് സ്വീറ്റ്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. രേവതി, ഒരു കാര്യം ചെയ്യ്, നീയേ ദേവുവിനെ വിളിച്ച് ചോദിക്കുക അവന് ഏത് സ്വീറ്റായിട്ട് ഇഷ്ടമെന്ന്. വേണ്ട സച്ചിയേട്ടാ, അതൊന്നും ചോദിക്കണ്ട, സച്ചിയേട്ടന് ഇഷ്ടമുള്ള സ്വീറ്റ് മേടിച്ചോ, കുഴപ്പമൊന്നുമില്ല, വേണ്ട, ദേവുവിനോട് ചോദിക്കണം, അവൻ ഇഷ്ടപ്പെട്ട സ്വീറ്റ് തന്നെ വേണം നമുക്ക് മേടിക്കാനായിട്ട്, അല്ലാതെ എനിക്കിഷ്ടപ്പെട്ട സ്വീറ്റ് അല്ല മേടിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായല്ലോ? നീ രേവതി നീ വിളിച്ചേ ദേവുവിനെ. ശരി സച്ചിയേട്ടാ. അപ്പോൾ അങ്ങനെ നമ്മുടെ രേവതി ദേവുവിനെ വിളിക്കുകയാണ്. അപ്പോൾ ദേവു അയ്യോ ചേച്ചിയാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുകയാണ്. ആ ചേച്ചി, എന്താ ചേച്ചി, നിങ്ങൾ എവിടെ എത്തി ചേച്ചി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ദേവു, ഞങ്ങളെ ഒരു കടയിൽ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ദേവു, നിൻ്റെ ചെറുക്കനെ ഏത് സ്വീറ്റാണ് ഇഷ്ടം? അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ദേവു ചോദിക്കണം, അതെ ഏത് സ്വീറ്റാണ് ഇഷ്ടമെന്ന് ചോദിക്കുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും
അരുൺ പറയുകയാണ് എനിക്ക് മൈസൂർ പാവാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. ആ ചേച്ചി മൈസൂർ പാവ ഇഷ്ടമെന്ന്. ആ ശരി ദേവു, ചേച്ചി ഉടനെ എത്തൂല, പെട്ടെന്ന് എത്തൂലേ? എത്താടി, ഞങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾ ഉടനെ തന്നെ എത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. അതെ സച്ചേട്ടാ, അവനിഷ്ടേ മൈസൂർ പാവാണ്. ആണോ? എങ്കിലേ ഞാൻ മൈസൂർ പാവ പോയി മേടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി കടയിലേക്ക് പോവാം. അപ്പം അരുണും പറയണം, അയ്യോ അവരെന്നോട് ഇഷ്ടമുള്ള സ്വീറ്റ്സ് ചോദിച്ചല്ലോ, അപ്പോൾ ഞാൻ ഈ മേടിച്ച സ്വീറ്റ് അവർക്ക് ഇഷ്ടമാകുമോ ദേവു? ഇനിയിപ്പോൾ കഷ്ടമായി പോയല്ലോ, ഇത് മാറ്റി മേടിക്കണം. അതൊന്നും കുഴപ്പമില്ല അരുണേട്ടാ, സച്ചിയേട്ടൻ അങ്ങനെയൊന്നുമില്ല, ഇഷ്ടപ്പെട്ടും. അല്ല നിന്റെ ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ വാതോരാതെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ശാന്ത സ്വഭാവക്കാരിയാണ്, നല്ല സ്വഭാവമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിന്റെ ഏട്ടനെക്കുറിച്ച് നീയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആളെങ്ങനെയാ എന്ന് പറഞ്ഞപ്പോഴേക്കും ആളെ നല്ല മനുഷ്യനാ, നല്ല സ്വഭാവം. പക്ഷേ ഒരു കാര്യമുണ്ട്, ദേഷ്യം, മൂക്കത്ത ദേഷ്യം, ഭയങ്കര ദേഷ്യക്കാരനാ. ഇതിനൊക്കെ പിടിച്ച് ദേഷ്യം കൊണ്ട് മാല മറിക്കും അങ്ങോട്ട്. അതുമാത്രമേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. ഓ ആണോ? ഭയങ്കര ദേഷ്യമാണോ? ആ ദേഷ്യ. പക്ഷേ അരുണേട്ടൻ കണ്ടോ, നിങ്ങൾ രണ്ടുപേരും കാണാൻ നേരത്തെ ഭയങ്കര ഫ്രണ്ട്സ് ആവും, ഭയങ്കര ഇഷ്ടം തോന്നും. അതേപോലെ ആയിരിക്കുള്ളൂ പെരുമാറാനായിട്ട് പോകുന്നത്. പിന്നെ സച്ചേട്ടോട് കൂടുതൽ ഇണങ്ങിക്കഴിഞ്ഞാലേ സച്ചേട്ടൻ ജീവൻ വരെയും കൊടുക്കും. എന്നെ സ്വന്തം അനിയത്തെ പോലെ കണ്ടിരിക്കുന്നത്. നമ്മുടെ വീടേ സച്ചേട്ടൻ്റെ വീട് പോലെ തന്നെയാണ് നോക്കുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും ഏതാവശ്യമുണ്ടെങ്കിലും പാഞ്ഞെത്തും എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയാം. അപ്പം അങ്ങനെ സച്ചിയുടെയും രേവതിയുടെയും കല്യാണം എങ്ങനെയാണ് നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരിച്ച് തന്നെ പറയുകയാണ് ദേവു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മോഹോ, അപ്പം രണ്ടുപേരും ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചത് അല്ലേ ദേവു? ആ രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഇപ്പോൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഇവർ രണ്ടുപേരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെയാണ് സ്നേഹപ്രകടനങ്ങളും കാഴ്ചവെക്കുന്നത്. അതേപോലെ ഇഷ്ടമാണ്. ഓ എൻ്റെ ദൈവമേ, ഇതൊക്കെ കേൾക്കുമ്പോഴേ ദേവു എനിക്ക് നിൻ്റെ ഏട്ടനോടും ഏട്ടത്തിയോടെ ഭയങ്കര ആരാധന തോന്നുന്നു. അവരെനിക്ക് കാണാനായിട്ട് തിടുക്കോ എൻ്റെ ദേവു, എനിക്ക് അവരെ കാണാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെ അരുൺ പറയണം. അധികം താമസിയാതെ നമുക്ക് അവരെ കാണാമല്ലോ, അതിനു വേണ്ടിയാണല്ലോ നമ്മൾ പോകുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അമ്പലത്തിലേക്ക് കയറുക. അങ്ങനെ വിളിച്ച് ചോദിച്ച് അവരെവിടെ എത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടേ. ചേച്ചി ഇത് എവിടെ എത്തി ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എത്താറായി. നിങ്ങൾ അമ്പലത്തിലെത്തിയോ? ഞങ്ങൾ എപ്പോഴേ എത്തി ചേച്ചി അമ്പലത്തിൽ. ചേച്ചി അമ്പലത്തിൽ എത്താറായോ? ആ അതേ എത്താറായി ദേവു, നീ ടെൻഷൻ ആവല്ലേ, നീ അവിടെ നിൽക്കട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി അമ്പലത്തിൻ്റെ അവിടെ എത്തുക. പിന്നീട് കാണിക്കുന്നതേ നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും മകനെയുമാണ്. അപ്പോൾ മകനാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ടിരിക്കുക. അപ്പം അമ്മ വന്നിട്ട് മോനെ എന്തെങ്കിലും കഴിക്കടാ, എടാ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ എങ്ങനെ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മുത്തശ്ശി, എന്തിനമ്മേനോട് കഴിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നത്, എനിക്ക് വേണ്ട. അങ്ങനെ പറയില്ല, അസുഖം വരില്ലേ, വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. ദൈവമേ, അതിങ്ങനെ ആയി കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ, ശ്രുതിയെ ഒന്ന് വിളിച്ച് നോക്കാം. അങ്ങനെ ശ്രുതിയെ വിളിക്കുകയാണ്. ശ്രുതിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അവളങ്ങ് വിളിച്ചിട്ട് കുറേ ദിവസം ആയല്ലോ, ഇനിയിപ്പോൾ എന്നാൽ മീരയെ ഒന്ന് വിളിച്ച് നോക്കിയാലോ. അങ്ങനെ മീരയെ വിളിക്കുകയാണ്. മീര വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആൻറ്റി എന്താ ആൻറ്റി വിളിച്ചത്? അതെ ശ്രുതിയെ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കുന്നില്ലല്ലോ, ശ്രുതി എവിടെയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആൻറ്റി അത് പിന്നെ അല്ല, അവളിങ്ങോട്ട് വരാറുമില്ല, കൊച്ചിൻ്റെ കാര്യം അന്വേഷിക്കാറുമില്ല, അതുകൊണ്ട് ആദ്യക്ക് ഭയങ്കര ടെൻഷനാണ്, പഠിത്തത്തിലൊക്കെ വളരെയേറെ മോശമാണ്, ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ, അവളോടൊന്ന് മോനെ ഒന്ന് വിളിക്കാൻ പറ, ഒന്ന് വന്ന് കാണാൻ പറ, എന്നാലേ കൊച്ചിനൊരു ആശ്വാസം ഉണ്ടാവുള്ളൂ. ആൻറ്റി അത് പിന്നെ ആൻറ്റി ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ ആൻറ്റി. പ്രശ്നമോ? എന്ത് പ്രശ്നം? അത് പിന്നെ ശ്രുതി. അങ്ങനെ പറഞ്ഞു തീരേണ്ട താമസം പെട്ടെന്ന് തന്നെ ശ്രുതി ആ ഫോൺ മേടിച്ചിട്ട് കട്ടാക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അയ്യോ ഇതെന്ത് പറ്റി മീര, അതെന്താ കട്ടാക്കി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മീര നീ എന്ത് പരിപാടിയാണ് കാണിക്കാൻ പോയി? നീ അമ്മയെ വിളിച്ച കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയാണോ? പിന്നെ എപ്പോഴാണെങ്കിലും കാര്യങ്ങളെല്ലാം അറിയണ്ടേ, എന്താ സംഭവിച്ചത് ഏതാ സംഭവിച്ചതെന്നൊക്കെ അറിയണ്ടേ? വേണ്ട, ഒരു കാരണവശാലും അമ്മ ഈ സത്യം അറിയാൻ നിൽക്കരുത്, അറിയാൻ പാടില്ല, അത് ശരിയാവില്ല. എടി അതെങ്ങനെയാടി? ഒരെങ്ങനെയാണെന്നുമില്ല, ഇതെങ്ങനെ സോൾവ് ആക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം, അതേപോലെ സോൾവ് ആക്കുകയും ചെയ്യും, ഇതിൽ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയാം. അങ്ങനെ സച്ചിയും രേവതിയും ഇറങ്ങാണ്. അപ്പം നമ്മുടെ ദേവുവിനെയും അരുണിനെയും കാണിക്കുകയാണ്. അപ്പോൾ അരുണിന് പെട്ടെന്നൊരു കോള് വരികയാണ്. ഞാൻ കോൾ എടുത്തിട്ട് വരട്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുക. അങ്ങനെ മാറി കഴിഞ്ഞപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ സച്ചിയേട്ടാ ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു, കാലിൽ തന്നെ ഇരിക്കുകയാണ് സച്ചിയേട്ടാ,
ഒന്നും കുഴപ്പമില്ല, ഇപ്പോൾ ആര് വിളിക്കാൻ, ആരും വിളിക്കില്ല. അയ്യോ പറ്റില്ല സച്ചിയേട്ടാ, എപ്പോഴാണ് പൂവിന് ഓർഡറിന് വേണ്ടി വിളിക്കണമെന്ന് പറയാൻ പറ്റില്ല. ഓ അത് ശരി, നീ ഇപ്പോൾ വലിയ ബിസിനസ്സുകാരിയാണല്ലോ, ഒന്ന് പോ സച്ചിയേട്ടാ, ചുമ്മാ കളിയാക്കാതെ. ശരി എങ്കിൽ പോയി എടുത്തിട്ട് വാ. അങ്ങനെ സച്ചി നേരെ അകത്തേക്ക് കയറുക. അകത്തേക്ക് കയറി ചുറ്റുപാട് നോക്കിയാണ് അവരെവിടെ എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. പെട്ടെന്നാണ് അരുൺ അവിടെ ഫോണും വിളിച്ചുകൊണ്ട് നിൽക്കുന്ന സീൻ കാണുന്നത്. സച്ചി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരികയാണ്. അപ്പോൾ ഫോണും വിളിച്ച് അരുൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചിയെ കാണുകയാണ്. രണ്ടുപേരും പരസ്പരം ഭയങ്കര രീതിയിൽ തന്നെ നോക്കുകയാണ്. അപ്പോൾ സച്ചിയാണെങ്കിൽ മെനകെട്ടവൻ, ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാണല്ലോ, അപ്പോൾ ഇവൻ്റെ മുഖം തന്നെയാണല്ലോ കാണേണ്ടി വന്നത്, എന്ത് ചെയ്യും ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകണം. സച്ചി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അരുണാണെങ്കിൽ ദേവുവിൻ്റെ അടുത്ത് ചെന്നിട്ട്, അപ്പോൾ ദേവുവിന് മനസ്സിലായി അരുണിൻ്റെ മുഖം വല്ലാതെ മാറി നിൽക്കുക. അപ്പോൾ എന്ത് പറ്റിയായിരുന്നു ഏട്ടാ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും, അതല്ല ഞാൻ അവനെ കണ്ടു, എപ്പോഴും എന്നെ കുരുക്കാൻ നടക്കുന്നവനില്ലേ, എനിക്ക് സസ്പെൻഷൻ മേടിച്ചെന്നവൻ, അവനെ ഞാൻ കണ്ടു, അവനിവിടെ ഉണ്ട്, നമുക്കിവിടെ ശരിയാവില്ല. അരുണേട്ടാ, എന്തായിരുന്നേട്ടത്, അമ്പലമല്ലേ, ചിലപ്പോൾ വരും പോകും, അങ്ങനെ പലരും വരുമല്ലോ, അത് നമ്മൾ കാര്യമാക്കാൻ നിൽക്കണ്ട, അയാൾ തൊഴുതിട്ട് പോയിക്കോളും, നമ്മൾക്ക് അതൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അരുണേട്ടാ. ഇപ്പം ചേട്ടനും ചേച്ചിയൊക്കെ വരൂലേ, അവരെ കണ്ടിട്ട് നമുക്ക് പോകാം, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം, എന്നിട്ട് അവിടെ നിന്ന് സംസാരിക്കാം, എന്താ അതുപോലെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ സച്ചി ഗേറ്റിൻ്റെ വാതിക്ക് നിൽക്കുക. അപ്പോൾ രേവതി വരികയാണ്. സച്ചിയുടെ അകത്തേക്ക് കയറിപ്പോയി, ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? രേവതി ശരിയാവില്ല, ഇവിടെ ശരിയാവില്ല, നമുക്ക് പോകാം ഉടനെ തന്നെ. അതെന്താ, അവരെ വിളിക്ക് രേവതി, അവരെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ നിന്ന് പോകണം. അതെന്താ സച്ചിയേട്ടാ? അത് പിന്നെ അവനില്ലേ അരുൺ പോലീസുകാരൻ, അവനെ ഞാൻ കണ്ടു, അവനിവിടെ നിൽപ്പുണ്ട്, എനിക്ക് അവനെ നിൽക്കുന്നത് ഇഷ്ടമല്ല. എൻ്റെ പൊന്നു സച്ചിയേട്ടാ, അയാൾ എവിടെ വേണമെങ്കിലും നിന്നോട്ടെ, നമ്മളെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഏതായാലും ദേവുവിൻ്റെ ചെറുക്കനെയും കണ്ടുപിടിക്കാം, എന്നിട്ട് അവരെയും കൊണ്ട് നമുക്ക് പോയാൽ പോരെ, നമ്മൾ ഇവിടം വരെയും വന്നല്ലേ, നമ്മളെ കാത്തു നിന്നല്ലേ, അപ്പോൾ നമുക്ക് അവരെയും കൊണ്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നീങ്ങുമ്പോൾ ദേവു നിൽക്കുന്നു. അപ്പോൾ സച്ചിയേട്ടാ, ദേവു നിൽക്കുന്നു എന്ന് പറയുകയാണ്. ദേവു എന്നും പറഞ്ഞുകൊണ്ട് രേവതി വിളിക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.